ഹലോ, ഇന്ന് ഞാൻ മത്തങ്ങപ്പിടി പായസം ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. ഇതിൽ പിടിയുമുള്ളത് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഈ മത്തങ്ങ കറി വെക്കാൻ എടുക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ എടുത്തിട്ട് പായസത്തിനുള്ളത് ഇതിനോടൊപ്പം തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ആദ്യം മത്തങ്ങയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് ഇത് ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് വെന്തുടഞ്ഞ് കിട്ടണം. അതുകൊണ്ട് ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. നമുക്കിത് കുക്കറിലിട്ട് വേവിക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അതിനായി കുറച്ച് വെള്ളം ഒഴിക്കണം. പിന്നെ ഉപ്പിടണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു 3 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. എന്നിട്ട് വെന്ത ശേഷം അത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. മത്തങ്ങയുടെ കുരു നിങ്ങൾ കളയാറാണ് പതിവ്. മത്തങ്ങയുടെ കുരു കഴുകിയെടുത്ത ശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ പംകിൻ സീഡ് കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരുമല്ലോ. ഒരു 100 ഗ്രാമിന് 70 രൂപയൊക്കെയാണ്. അത് വാങ്ങി കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് 20 രൂപക്ക് നമുക്കൊരു മത്തങ്ങ കിട്ടും. അതിൻ്റെ കുരു നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി പായസത്തിന് വേണ്ട പിടി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ അരിപ്പൊടിയിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഈ പിടിയും ഉണ്ടാക്കേണ്ടത്. നന്നായി കുഴച്ച് മയപ്പെടുത്തിയ ശേഷം നമുക്ക് ഈ പായസത്തിന് വേണ്ടിയുള്ള ചെറിയ പിടികൾ ഉണ്ടാക്കിയെടുക്കാം. ഈ പിടി ഉണ്ടാക്കുമ്പോൾ എത്രയും ചെറിയ പിടിയാണ് ഉണ്ടാക്കുന്നത് അത്രയും ടേസ്റ്റ് ആയിരിക്കും. കാരണം വലിയ പിടിയാണെങ്കിൽ അതിൻ്റെ മധുരമൊന്നും ഈ ഉണ്ടയിലോട്ട് പിടിക്കുകയില്ല. അപ്പോൾ എത്രയും കുഞ്ഞായിട്ട് നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുന്നത് അത്രയും നല്ലതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും. പിടി ഉണ്ടാക്കിയ ശേഷം അതെടുത്ത് മാറ്റി വെക്കുക. പിന്നെ ഈ പായസത്തിന് ആവശ്യമുള്ള ശർക്കരയും ഉരുക്കിയെടുക്കുക. പിന്നെ തേങ്ങാപ്പാലും വേണം. 1 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്ത് വെച്ചത്. പിന്നെ 4 കെട്ട് ശർക്കര എടുത്തായിരുന്നു. ഓരോരുത്തരുടെ മത്തങ്ങ എന്തോരം എടുക്കണോ അതനുസരിച്ചാണ് മധുരവും തേങ്ങാപ്പാലും എടുക്കേണ്ടത്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കശുവണ്ടി, കിസ്മിസ്, പിന്നെ തേങ്ങാക്കൊത്ത് ഇവ വറുത്തെടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്യാൽ മതി. ബാക്കിയുള്ള നെയ്യിലോട്ട് മത്തങ്ങ ഇട്ട ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഏലക്കായ, കുറച്ച് ചെറിയ ജീരകം, പിന്നെ ചുക്ക്, ഇത് 3ഉം നന്നായിട്ട് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ചെറിയ ഉരുളകൾ ഇതിലേക്ക് തിളച്ച ശേഷം മാത്രമാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഈ പിടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. 10 മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിച്ച ശേഷം നമുക്ക് അതിലോട്ട് 1 സ്പൂൺ അരിപ്പൊടിയിലോട്ട് വെള്ളമൊഴിച്ച് ഒന്ന് കുറുകാൻ വേണ്ടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ പൊടി കലക്കിയത് ഒഴിച്ച ശേഷം ഒന്ന് കുറുകി കെട്ടുകയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വറുത്ത് വെച്ചേക്കുന്ന കശുവണ്ടിയും കിസ്മസും ഇതിലിട്ട് കഴിഞ്ഞാൽ പായസം റെഡിയായി. നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക്. മത്തങ്ങക്ക് നല്ല ഗുണമുള്ളതുമാണ്, എന്നാൽ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മത്തങ്ങ വാങ്ങുമ്പോൾ ബാക്കിയുള്ളതും കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതുപോലെ ഒരു പ്രത്യേകതരം ഇങ്ങനെ പിടിയൊക്കെ ഉള്ളത് കൊണ്ട് കടിക്കാനും കിട്ടുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.